കേരളത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. ശക്തമായൊരു ചരിത്രമുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ ആദ്യമായി സംഘടിതമായൊരു സമരം നടത്തിയ സ്ഥലമാണിത്. വിപ്ലവങ്ങൾ നടന്ന ഉറച്ച നിലപാടുകളുള്ള മണ്ഡലം. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർമാർ. CPMന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലം 2019 തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നഷ്ടമായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ് അട്ടിമറി വിജയം സ്വന്തമാക്കിയത്. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് LDF. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLAയുമായ V. ജോയിയാണ് LDF സ്ഥാനാർത്ഥി. UDFനായി അടൂർ പ്രകാശ് തന്നെയാണ് മത്സരിക്കുന്നത്. കേന്ദ്രമന്ത്രി V. മുരളീധരൻ BJP സ്ഥാനാർത്ഥിയായി കൂടി എത്തിയതോടെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായി ആറ്റിങ്ങൽ മാറി. ഇടതുകോട്ട തകർത്ത് 30 കൊല്ലത്തിന് ശേഷമാണ് അടൂർ പ്രകാശ് മണ്ഡലം പിടിച്ചെടുത്തത്. 5 വർഷം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നിരത്തിയാണ് ഇത്തവണയും അടൂർ പ്രകാശ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 845 കോടി രൂപയുടെ ബൈപ്പാസ് നിർമ്മാണം, നാവായിക്കുളത്ത് പണിതീരാതെ കിടന്ന ESI ആശുപത്രിയുടെ പണി കഴിപ്പിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയത്, വർക്കല റെയിൽവേയിൽ 1235 കോടി രൂപയുടെ വർക്കല റെയിൽവേ സർക്യൂട്ട് എന്നിങ്ങനെയുള്ള വികസനം തന്നെയാണ് അടൂർ പ്രകാശ് ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ആറ്റിങ്ങലിൽ V. ജോയിക്ക് യാതൊരു മുഖവുരയും വേണ്ട. മണ്ഡലത്തിലെ വികസന മുരടിപ്പാണ് LDF ആയുധമാക്കുന്നത്. മുൻ MPമാരായ വർക്കല രാധാകൃഷ്ണന്റെയും A. സമ്പത്തിന്റെയും 4-1 വികസന പദ്ധതികൾ അടൂർ പ്രകാശിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നാണ് LDF ആരോപിക്കുന്നത്. വർക്കലയിൽ കാഹറിനെതിരെ അട്ടിമറി വിജയം നേടിയ ജോയിക്ക് ആറ്റിങ്ങലിലും വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് LDFനുള്ളത്. കേരളത്തിൽ ഇത്തവണ താമര വിരിയും എന്നാണ് മോദിയുടെ ഗ്യാരണ്ടി. അതിനാൽ ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ. SNDPയുടെ BDJS അനുകൂല വോട്ടുകളാണ് പ്രധാനമായും മുരളീധരൻ ലക്ഷ്യമിടുന്നത്. ഈഴവ സമുദായ വോട്ടുകൾ നേടി വോട്ട് വിഹിതം കൂട്ടാനാകും എന്നതാണ് മുരളീധരന്റെ പ്രതീക്ഷ. കണക്കുകൾ പറയുമ്പോൾ ആറ്റിങ്ങൽ പാർലമെന്റ് സീറ്റിലെ ആകെ വോട്ടർമാർ 13,50,710 പേരാണ്. 2019 ആറ്റിങ്ങൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 74.48% പോളിംഗ്. 3,80,995 വോട്ടുകൾ നേടിയാണ് CPM മുൻ MP കൂടിയായിരുന്ന A. സമ്പത്തിനെ തോൽപ്പിച്ച് അടൂർ പ്രകാശ് ജയിച്ചത്. 3,42,748 വോട്ടുകളായിരുന്നു സമ്പത്തിന് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് 2,48,081 വോട്ടുകളും ലഭിച്ചു.